ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഈശോയും പിതാവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ 10 ഘടകങ്ങളാണ്. 10 attributes of Jesus' relationship with his father. ഈശോയും പിതാവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആദ്യത്തെ 2 ഘടകങ്ങൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നമ്മൾ ധ്യാനിച്ചു. ഒന്നാമതായി നമ്മൾ പറഞ്ഞു, പുത്രൻ പിതാവിനെ അനുകരിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി നമ്മൾ പഠിച്ചു, ഈശോ പൂർണ്ണമായും പിതാവിൽ ആശ്രയിച്ചു. മൂന്നാമതായി നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് പിതാവിൻ്റെ സ്നേഹത്തെ പൂർണ്ണമായും വിശ്വസിച്ച പുത്രൻ എന്നൊരു വിഷയമാണ്. ജീസസ് ഹാസ് ഫെയ്ത്ത് ഇൻ ഹിസ് ഫാദേഴ്സ് ലവ് ഫോർ ഹിം. പിതാവിൻ്റെ സ്നേഹത്തിൽ വിശ്വാസമുള്ള പുത്രൻ. ഈശോ തന്നെ പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവർത്തികളും അവിടുന്ന് അവനെ കാണിക്കും. ഈശോ പറയുന്നു, പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. ഈശോയ്ക്ക് ഉറപ്പാണ് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു എന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു ചെറിയ കാര്യമല്ല. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന ഉറപ്പ് വലിയ കാര്യമാണ്. അല്ലെങ്കിൽ ഏതൊരു ബന്ധത്തിലും ഞാൻ ആരെയാണോ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആരുമായിട്ടാണോ ബന്ധത്തിലായിരിക്കുന്നത്, ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന ഉറപ്പ്, അത് ആ ബന്ധത്തെ സംബന്ധിച്ച് അതിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. ഒരു ഭാര്യയ്ക്ക് ഒരു ഉറപ്പുണ്ടാകണം, ഭർത്താവ് തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ആ ഉറപ്പില്ലെങ്കിൽ കുടുംബജീവിതം മുന്നോട്ട് പോകില്ല. ഭർത്താവിന് ഉറപ്പുണ്ടാകണം, ഭാര്യ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഏത് സാഹചര്യത്തിലും, എത്ര ദൂരെ ആയിരിക്കുമ്പോഴും, എത്ര കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലുമായിരിക്കുമ്പോഴും എൻ്റെ ജീവിത പങ്കാളി എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന ഉറപ്പിലാണ് ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത്, ഭാര്യ ഭർത്ത ബന്ധം മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോകുന്നത്. മക്കൾക്ക് ഉറപ്പുണ്ടാകണം, അപ്പനും അമ്മയും എന്നെ സ്നേഹിക്കുന്നുണ്ട്. മാതാപിതാക്കൾക്ക് ഉറപ്പുണ്ടാകണം, മകനും മകളും ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഒരു സൗഹൃദത്തിൽ ഈ ഉറപ്പുണ്ടാകണം, എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ കൂട്ടുകാരി എന്നെ സ്നേഹിക്കുന്നുണ്ട്. ബന്ധത്തെ സംബന്ധിച്ച് ഈ സ്നേഹത്തിൻ്റെ ഉറപ്പ് ഒരു അടിസ്ഥാന ഘടകമാണ്. ഈശോ പറഞ്ഞു, എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ആ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് താൻ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം പിതാവ് പുത്രനെ കാണിക്കുകയും ചെയ്യുന്നു. ഈ സ്നേഹിക്കുന്നുണ്ട് എന്ന ഉറപ്പ് എങ്ങനെയാണ് ലഭിക്കുന്നത്? താൻ എങ്ങനെയായിരിക്കുന്നുവോ തൻ്റെ പ്രവർത്തികൾ വെളിപ്പെടുത്തുമ്പോഴാണ്, മറച്ചു പിടിക്കുമ്പോഴാണ് സ്നേഹത്തെക്കുറിച്ച് സംശയം ഉണ്ടാകുന്നത്. ഭർത്താവ് ഭാര്യയെ കാണിക്കാതെ തൻ്റെ ഫോൺ മറച്ചു പിടിക്കുമ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിൽ സംശയം ഉണ്ടാകും. അതുപോലെ തിരിച്ചും, ഭാര്യ തൻ്റെ ചില കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നത് കാണുമ്പോൾ ഭർത്താവിന് ഭാര്യയുടെ സ്നേഹത്തിൽ സംശയമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഈശോ പിതാവിനെ കുറിച്ച് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കേൾക്കുക. പിതാവ് ഒന്നും മറച്ചു പിടിക്കുന്നില്ല, അവനെല്ലാം എന്നിലൂടെയും എനിക്ക് വേണ്ടിയും
പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 35-ാമത്തെ തിരുവചനം. യോഹന്നാൻ 3:35. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, എല്ലാം അവന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. യോഹന്നാൻ 3:35. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, എല്ലാം അവന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഭാര്യയോട് സ്നേഹമുള്ള ഒരു ഭർത്താവ് ഈ ഇദ്ദേഹത്തിന് ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ, മാസത്തിൽ സാലറി കിട്ടിക്കഴിയുമ്പോൾ വീട്ടിൽ വരുമ്പോൾ ഈ ശമ്പളം മുഴുവൻ തൻ്റെ ഭാര്യയെ ഏൽപ്പിച്ചിട്ട് വേണ്ടതുപോലെ ചെയ്തു കൊള്ളുക എന്ന് പറയുന്ന ഒരു ഭർത്താവ്. തങ്ങളുടെ പിതാവ് അങ്ങനെ ആയിരുന്നു എന്ന് അടുത്ത കാലത്തൊരു സുഹൃത്ത് അച്ഛനോട് പങ്കുവെക്കുകയായിരുന്നു. എൻ്റെ അപ്പച്ചൻ ശമ്പളം മേടിച്ച് വീട്ടിൽ വരുമ്പോൾ അത് മുഴുവൻ ആദ്യം ഭാര്യയെ വിളിച്ചത് മുഴുവൻ ഭാര്യയെ ഏൽപ്പിക്കുമായിരുന്നു, അമ്മയെ ഏൽപ്പിക്കുമായിരുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, പിതാവ് എല്ലാ കാര്യങ്ങളും പുത്രനെ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് പുത്രനെ ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തിയിട്ട് പിതാവ് പുത്രനെ കുറിച്ച് സാക്ഷ്യം നൽകിക്കൊണ്ട് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. മത്തായി 3:17. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിതാവിന് പുത്രനോടുള്ള സ്നേഹം മറ്റുള്ളവർക്ക് മുൻപാകെ പിതാവ് വെളിപ്പെടുത്തുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 22-ാമത്തെ തിരുവചനം. ലൂക്ക 10:22. ഈശോയ്ക്ക് പിതാവിലുള്ള ആ സ്നേഹം, പിതാവിന് ഈശോയോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനാരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. പുത്രനെ കുറിച്ച് പൂർണ്ണമായ അറിവുള്ളവനാണ് പിതാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ 22 മുതൽ 30 വരെയുള്ള സുദീർഘമായ ഒരു വചനഭാഗത്തിൽ പിതാവ് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും, സൃഷ്ടികർമ്മം മുഴുവനും പുത്രനിലൂടെ നടത്തിയത് എന്നതിൻ്റെ ഒരു വിവരണമുണ്ട്. ഇവിടെ പുത്രന് ജ്ഞാനമെന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഇത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശമായി ഒരു മെസ്സിയാനിക് ടെസ്റ്റായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 22 മുതൽ. അതിങ്ങനെയാണ്: കർത്താവ് തൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭത്തിൽ തൻ്റെ എല്ലാ സൃഷ്ടികളിലും ആദ്യത്തേതായി എന്നെ സൃഷ്ടിച്ചു. തൻ്റെ ഏകജാതനായ ക്രിസ്തുവിനെ കുറിച്ച്, പുത്രനെ കുറിച്ചുള്ള പരാമർശമാണ്. യുഗങ്ങൾക്ക് മുൻപ്, ഭൂമിയുടെ ആവിർഭാവത്തിന് മുൻപ് ഒന്നാമതായി ഞാൻ സ്ഥാപിക്കപ്പെട്ടു. ജ്ഞാനം വിളിച്ചു പറയുന്നതാണ്. ഈ ജ്ഞാനം ക്രിസ്തുവാണ്. സമുദ്രങ്ങൾക്കും ജലസമൃദ്ധമായ അരുവികൾക്കും മുൻപ് തന്നെ എനിക്ക് ജന്മം കിട്ടി. പർവ്വതങ്ങൾക്കും കുന്നുകൾക്കും രൂപം കിട്ടുന്നതിന് മുൻപ് ഞാനുണ്ടായി. ഭൂമിയോ അതിലെ വയലുകളോ ആദ്യത്തെ പൂഴിത്തരിയോ നിർമ്മിക്കുന്നതിന് മുൻപ് എനിക്ക് ജന്മം നൽകപ്പെട്ടു. അവിടുന്ന് ആകാശങ്ങൾ സ്ഥാപിച്ചപ്പോഴും സമുദ്രത്തിന് മീതെ ചക്രവാളം നിർമ്മിച്ചപ്പോഴും ഉയരത്തിൽ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും സമുദ്രത്തിന് ഉറവുകളെ സ്ഥാപിച്ചപ്പോഴും ജലം തൻ്റെ കൽപ്പന ലംഘിക്കാതിരിക്കാൻ വേണ്ടി സമുദ്രത്തിന് അതിരിട്ടപ്പോഴും ഭൂമിയുടെ അടിത്തറ ഉറപ്പിച്ചപ്പോഴും വിദഗ്ധനായ ഒരു പണിക്കാരനെ പോലെ ഞാൻ അവിടത്തെ അരികിലുണ്ടായിരുന്നു. അനുദിനം ആഹ്ലാദിച്ചുകൊണ്ടും അവിടത്തെ മുൻപിൽ സദാ സന്തോഷിച്ചുകൊണ്ടും ഞാൻ കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുകയാണ്, ഈശോ പറയുകയാണ്. ഈശോയുടെ സ്വരമായിട്ട് വേണം അത് നമ്മൾ കേൾക്കാൻ. എല്ലാറ്റിനും മുമ്പ് അവിടെ നിന്ന് എന്നെ സ്ഥാപിച്ചു. എന്നിലൂടെയാണ് ഇതെല്ലാം ചെയ്തത്. എന്നെ അരികിലിരുത്തിയാണ് പിതാവ് ഈ സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയത്. കാരണം അവൻ എന്നെ സ്നേഹിക്കുന്നു. പിതാവ് എന്നെ സ്നേഹിക്കുന്നുവെന്ന്, തന്നെ സ്നേഹിക്കുന്നുവെന്ന് ഈശോയ്ക്ക് എപ്പോഴും ഉറപ്പുണ്ടായിരുന്നു. ആ ഉറപ്പോടുകൂടെയാണ് ഗെത്സമീൻ തോട്ടത്തിൽ മുട്ടയിൽ വീണ് രക്തം വിയർത്തവൻ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞത്, അവൻ അവരിൽ നിന്നൊരു കല്ലേറു ദൂരം
മാറി മുട്ടയിൽ വീണ് പ്രാർത്ഥിച്ചു. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 41 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങൾ ഗെത്സെമനി തോട്ടത്തിലെ ഈശോയുടെ പ്രാർത്ഥനയുടെ വിവരണമാണ്. പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നകറ്റണമേ. പിതാവ് തന്നിരിക്കുന്ന പാനപാത്രമാണ്. പാനപാത്രം വെച്ച് നീട്ടിയവനോട് തന്നെ പറയുകയാണ്, പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നകറ്റണമേ. എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. എന്താണ് കാരണം? എനിക്കുറപ്പാണ്, നിന്റെ ഹിതം എന്താണോ ആ ഹിതം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും എന്ന് എനിക്ക് സംശയമില്ല. അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അങ്ങയുടെ ഹിതം നിറവേറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു. ലൂക്കാ 23:46 കുരിശിൽ കിടക്കുന്ന ഈശോ, ഗെത്സെമനി തോട്ടത്തിലെ ഈശോ മാത്രമല്ല പിതാവിൻ്റെ സ്നേഹത്തെ പ്രഖ്യാപിച്ചത്. കുരിശിൽ കിടക്കുന്ന ഈശോ അന്ത്യ വിനാഴികയിലും പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഉറപ്പോടുകൂടെയാണ് കുരിശിൽ തൂങ്ങിക്കിടന്നതും പ്രാണൻ വെടിഞ്ഞതും. അതുകൊണ്ടാണ് അവസാന നിമിഷം സ്നേഹത്തിൻ്റെ ഒരു സങ്കീർത്തനം പോലെ ഈശോ നിലവിളിച്ചത്, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹിക്കുന്നവൻ്റെ കരങ്ങളിലേക്ക്, സ്നേഹമുള്ളവൻ്റെ കരങ്ങളിലേക്ക്, എന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്കുറപ്പുള്ളവൻ്റെ കരങ്ങളിലേക്ക് ഞാൻ കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോഴും സ്വയം സമർപ്പിച്ചുകൊണ്ട് പറയും, പിതാവേ, അങ്ങേ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്നോടുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, നിന്നോടുള്ള ഈശോയുടെ സ്നേഹത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? ഈശോയ്ക്ക് നിന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നീ അന്വേഷിക്കുന്നുണ്ടോ? നീ അറിയുന്നുണ്ടോ? ഈശോയ്ക്ക് നിന്നോടുള്ള സ്നേഹത്തിൻ്റെ നീളവും ഉയരവും ആഴവും വീതിയും ഗ്രഹിക്കാൻ ആന്തരിക നേത്രങ്ങൾ തുറന്നു തരണമേ എന്ന് നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് നിന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് നിനക്ക് ബോധ്യമുണ്ടാകും. ഈശോയ്ക്ക് ബോധ്യമുണ്ടായിരുന്നതുപോലെ നിനക്ക് നിന്നോടുള്ള ദൈവസ്നേഹത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നിനക്ക് ബോധ്യമുണ്ടാകും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 15-ാമത്തെ തിരുവചനം, യോഹന്നാൻ 15:15, ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു. ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു. ഈശോയ്ക്ക് നമ്മളുമായി സ്ഥാപിക്കണമെന്ന് ആഗ്രഹമുള്ള ബന്ധം, പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹത്തിൻ്റെ ബന്ധമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, പിതാവേ, ഈശോയ്ക്ക് എന്നോടുള്ള സ്നേഹത്തെ വിശ്വസിക്കാൻ എന്നെ സഹായിക്കണമേ. പറയാം, പിതാവേ, ഈശോയ്ക്ക് എന്നോടുള്ള സ്നേഹത്തെ വിശ്വസിക്കാൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോകും. എൻ്റെ ജീവിത പങ്കാളി എന്നെ ഉപേക്ഷിച്ചു പോയി, എൻ്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു പോയി, ഞാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി, ഞാൻ ആരംഭിച്ച ബിസിനസ് തകർന്നുപോയി. കർത്താവുണ്ടോ? ദൈവമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട ഒരാൾ പെട്ടെന്ന് അപകടത്തിൽ മരണപ്പെട്ടു. ദൈവമുണ്ടോ? ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവം എവിടെയാണ് എന്നൊക്കെ ചിന്തിക്കാനുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. ജെറമിയായ്ക്ക് ഈ പ്രലോഭനമുണ്ടായി. ദുഃഖദുരിതങ്ങളുടെ ഒരു കാലഘട്ടത്തിലൂടെ അയാൾ കടന്നുപോയി.
ജെറമിയ 31:3 നമ്മൾ വായിക്കുകയാണ്. ജെറമിയ 31:3, വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുളിച്ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. കർത്താവ് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. പ്രിയപ്പെട്ടവരെ, ജെറമിയ പ്രവാചകൻ കടന്നുപോയ കഷ്ടതകളുടെ കണക്കെടുത്താൽ പറഞ്ഞാൽ തീരാത്തതാണ്. അവനെ അവർ പലതരത്തിലും പീഡിപ്പിച്ചു, പട്ടിണിക്കിട്ടു, കാരാഗ്രഹത്തിലടച്ചു, പൊട്ടക്കിണറ്റിൽ തള്ളി, കിണറ്റിൽ കഴുത്തോളം ചെളിയെത്തുന്ന വിധത്തിൽ അവനെ തള്ളിക്കളഞ്ഞു, മരണത്തിന് വിട്ടുകൊടുത്തു. അവൻ 40 വർഷം പ്രവാചക ദൗത്യം നടത്തിയ കാലഘട്ടങ്ങളിലൊന്നും അവനെ ശ്രവിക്കാനോ അവനെ അംഗീകരിക്കാനോ ആരും ഉണ്ടായില്ല. എങ്കിലും ഈ പ്രവാചകന്റെ കാതിൽ മുഴങ്ങുന്ന ശബ്ദം നിന്നോടുള്ള എൻ്റെ സ്നേഹം അനന്തമാണ് എന്നുള്ളതാണ്, നിന്നോടുള്ള എൻ്റെ വിശ്വസ്തത അചഞ്ചലമാണ് എന്നുള്ളതാണ്. ജനത്തോട് ദൈവത്തിന് പറയാനുള്ളത് അത് തന്നെയാണ്, നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 136 സങ്കീർത്തനം 26 തിരുവചനം, 136:26. സ്വർഗസ്ഥനായ ദൈവത്തിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലം മാറുന്നതനുസരിച്ച് കോലം മാറുന്ന സ്നേഹമല്ല. കാലം മാറിയാലും ആകാശവും ഭൂമിയും കടന്നുപോയാലും നിന്റെ ദൈവത്തിന്, നിന്നോടുള്ള സ്നേഹത്തിന് കുഞ്ഞെ മാറ്റം വരികയില്ല. കാരണം അവിടുന്ന് അനന്തമാണ്, അവിടുന്ന് ആദിയും അനന്തവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്നേഹത്തെയാണ് അനുഭവിച്ചുകൊണ്ട്, ഞാൻ പാപിയായിരുന്നു, ഞാൻ ബലഹീനനായിരുന്നു, ഞാൻ ദുർബലനായിരുന്നു, ഈ ഒരു ബോധ്യത്തോടുകൂടെ പൗലോസ് പറയുകയാണ്, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ തിരുവചനം, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ഈശോ നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നറിയാൻ അവിടുത്തെ മുറിവുകളിലേക്ക് നോക്കിയാൽ മതി. അവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപം ദർശിച്ച സമയത്ത് ഈശോയുടെ ശരീരത്തിലുള്ള മുറിവുകളെ അവൾ ധ്യാനിക്കാൻ തുടങ്ങി. ഏറ്റവും അപമാനിക്കപ്പെട്ടവനായി, നിന്ദിക്കപ്പെട്ടവനായി നിൽക്കുന്ന ഈശോയുടെ രൂപം, തൻ്റെ മനുഷ്യ ശരീരത്തിൽ ഈശോ എത്രമാത്രം സഹിച്ചു എന്നത്, ഈശോ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ധ്യാനിക്കാൻ തുടങ്ങി. എന്നിട്ട് അവൾ പ്രാർത്ഥിച്ചു, ഈശോയെ, നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ. ഒരു മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് ദൈവത്തിന് തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള അവബോധമാണ്. അവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയെ മാനസാന്തരത്തിലേക്ക് നയിച്ച ഈശോയുടെ ഒരു തിരുസ്വരൂപത്തെക്കുറിച്ചുള്ള ചരിത്രമുണ്ട്. ഒരിക്കൽ അവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ ഒരു തിരുനാളുമായി ബന്ധപ്പെട്ട് സാക്രിസ്റ്റി ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ആരാലും പരിഗണിക്കപ്പെടാതെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ബന്ധിതനായ ഈശോയുടെ ഒരു തിരുസ്വരൂപം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. പിലാത്തോസിന്റെ മുൻപിൽ അപമാനിക്കപ്പെട്ട്, ഇതാ മനുഷ്യൻ എന്ന് പിലാത്തോസ് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ ആ രൂപത്തെ ഇവൾ കണ്ടുകൊണ്ട് നിന്നപ്പോൾ, നോക്കിക്കൊണ്ട് നിന്നപ്പോൾ ഇവൾക്കൊരു കാര്യം മനസ്സിലായി. ഈശോ തൻ്റെ മനുഷ്യ ശരീരത്തിൽ തൻ്റെ പാപത്തിന് പരിഹാരമായി എത്രമാത്രം സഹിച്ചിട്ടുണ്ടെന്ന്. ഈശോയുടെ ആ സഹനത്തിൻ്റെ തിരുമുറിവുകൾ ഈശോയ്ക്ക് തന്നോടുള്ള സ്നേഹത്തിൻ്റെ വെളിപാടുകളാണെന്ന്
ഈ അമ്മ തിരിച്ചറിഞ്ഞു. അവളുടെ മനസ്സിൽ ഒരു കുറ്റബോധമുണ്ടായി. ഈശോ എന്നെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും അവിടുത്തെ ഞാൻ എത്ര കുറച്ചു മാത്രം സ്നേഹിച്ചിരിക്കുന്നു. ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന ഈശോയെ ഞാൻ എൻ്റെ പാപങ്ങളിലൂടെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട്. ആ തിരുസ്വരൂപത്തിന് മുൻപിൽ നിന്ന് മുറിവുകളേറ്റ് അപമാനിതനായി നിന്ദിതനായി നിൽക്കുന്ന ഈശോയുടെ ആ തിരുസ്വരൂപം, ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന ഈശോയുടെ ആ തിരുസ്വരൂപത്തിൻ്റെ മുൻപിൽ നിന്ന് അവളിങ്ങനെ പ്രാർത്ഥിച്ചു: ഈശോയെ, നിന്റെ സ്വന്തമാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ ശക്തിപ്പെടുത്തണമേ. ഈശോയെ, നിന്റെ സ്വന്തമാകാനുള്ള, നിന്റെ മാത്രം സ്വന്തമാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ ശക്തിപ്പെടുത്തണമേ. അവൾ പറയുകയാണ്, ഈ എത്ര നേരം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു നിന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. എങ്കിലും ഈ പ്രാർത്ഥനയുടെ ഒടുവിൽ ഒരു ദിവ്യമായ അനുഭൂതി അവളിലേക്ക് പ്രവേശിക്കുകയും അവൾക്കൊരു എക്സ്റ്റസി ഉണ്ടാവുകയും നിന്നിടത്ത് നിന്ന് അവൾ ഉയർന്നു പോവുകയും ചെയ്യുന്ന വലിയൊരു പ്രാർത്ഥനാനുഭവം ഉണ്ടാവുകയും ചെയ്തു. അവൾ പറയുകയാണ്, അതിനുശേഷം ഒരിക്കലും ഞാൻ എൻ്റെ ഈശോയെ എൻ്റെ ചിന്തയിലോ എൻ്റെ വാക്കിലോ എൻ്റെ പ്രവൃത്തിയിലോ വേദനിപ്പിച്ചിട്ടില്ല. ഒരു പൂർണ്ണമായ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് അമ്മ ത്രേസ്യയെ നയിച്ചത് ഈശോയ്ക്ക് അവളോടുള്ള സ്നേഹത്തിൻ്റെ ഒരറിവാണ്, ഒരു വെളിപാടാണ്. ഈ ഒരു അറിവിൽ നിൽക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയും, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങൾ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? പ്രിയപ്പെട്ടവരെ, ഈശോ എന്നെ അതിയായി സ്നേഹിക്കുന്നു എന്ന ബോധ്യം നമ്മെ നയിക്കുന്നത് ഒരു മിഷൻ പ്രവർത്തനത്തിലേക്കാണ്. ഈശോ എന്നെ സ്നേഹിക്കുന്നു എന്നത് എനിക്ക് വ്യക്തിപരമായി സ്വകാര്യമായി സൂക്ഷിക്കേണ്ട ഒരനുഭവം മാത്രമല്ല. ആ അനുഭവം നമ്മെ ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രേഷിതരാക്കി മാറ്റും. അങ്ങനെ പ്രേഷിതനായി മാറിയ പൗലോസ് പറയുകയാണ്, ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു. എപ്പോഴാണത് സംഭവിച്ചത്? മിഷൻ പ്രവർത്തനത്തിന് പോകുമ്പോൾ, ഒന്നുമില്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, വചനം പ്രഘോഷിക്കുമ്പോൾ നിന്ദിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു. അപ്പോഴും കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുന്നു. അപ്പോഴും നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം പൂർണ്ണ വിജയം വരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ഉറപ്പ് ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള ഉറപ്പാണ്. ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള ഉറപ്പാണ്. ഈ ഉറപ്പിൻ്റെ അടുത്ത തലം എന്ന് പറയുന്നത് എനിക്കെൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ഉറപ്പാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഉറപ്പിൻ്റെ ബലത്തിലാണ് ഈശോ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന ഉറപ്പിൻ്റെ ബലം നമുക്ക് തരുന്നത് മറ്റൊരു പുണ്യമാണ്, ഈ ലോകത്തോടുള്ള ഒരു വിരക്തി എന്ന് പറയുന്ന പുണ്യം. ഒന്നും സ്വന്തമാക്കാതെ, ഒന്നും നേടിയെടുക്കാതെ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കാൻ ഈ സ്നേഹത്തിൻ്റെ അവബോധം നമുക്ക് ശക്തി തരുന്നു. എബ്രായ ലേഖകൻ പറയുകയാണ് 13:5, നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. കർത്താവ് എന്നെ അവഗണിക്കുകയോ കർത്താവ് എന്നെ ഉപേക്ഷിക്കുകയോ ഇല്ല എങ്കിൽ പിന്നെ എനിക്ക് ഈ ഭൂമിയിലുള്ള മറ്റൊന്നും ആവശ്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടെ ജീവിക്കുമ്പോൾ പത്രോസ്ലീഹ പറയും, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടത്തെ ഭരമേൽപ്പിക്കുവിൻ. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ദൈവം ശ്രദ്ധാലുവാണ്. 1 പത്രോസ് 5:6 തിരുവചനം,
നിങ്ങളുടെ ഉത്കണ്ഠകൾ കർത്താവിനെ ഭരമേൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഹി ഈസ് കൺസേൺഡ് അബൌട്ട് യു. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ, സാമ്പത്തിക മേഖലകളുടെ കാര്യത്തിൽ, പഠനത്തിൻ്റെ കാര്യത്തിൽ, കുടുംബ സമാധാനത്തിൻ്റെ കാര്യത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ, നിങ്ങളുടെ കൃഷിയിടത്തിൻ്റെ കാര്യത്തിൽ, വസ്തു ഇടപാടിൻ്റെ കാര്യത്തിൽ, ഭവന നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ, അങ്ങനെ നിങ്ങളുടെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവാണ്. കാരണം അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഈ എപ്പിസോഡിൽ ധ്യാനിച്ച വിഷയം എന്ന് പറയുന്നത്, ഈശോയ്ക്ക് പിതാവിന് തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നതുപോലെ എനിക്ക് ഇന്ന് ഈശോയ്ക്ക് എന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഉറപ്പുണ്ടാകണം, ബോധ്യമുണ്ടാകണം. നമുക്ക് കണ്ണുകളടക്കാം, കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവമേ, അങ്ങയ്ക്ക് ഞങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ നീളവും ഉയരവും വീതിയും ഗ്രഹിക്കാൻ ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങൾ തുറന്നു തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.